നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ പ്രതീക്ഷകളോടെ കാപ്പി, വെളിച്ചെണ്ണ, റബ്ബർ. കാപ്പിയിൽ രാജ്യത്തിന് പ്രതീക്ഷിക്കാം. എൽ നിനോ പ്രതിഭാസം ബ്രസീലിയൻ കാലാവസ്ഥയിൽ ഉളവാക്കുന്ന മാറ്റം അവരുടെ കാപ്പി കൃഷിയുടെ താളം തെറ്റിക്കും. അടുത്ത സീസണിൽ ഉൽപ്പാദനത്തെയും കയറ്റുമതിയെയും കാര്യമായി തന്നെ ബാധിക്കുമെന്നാണ് സൂചന. മഴ വൈകിയാൽ കാപ്പിത്തോട്ടങ്ങൾ പുഷ്പിക്കുന്നതും കായ്പിടുത്തവും കുറയും. നടപ്പ് സീസണിലെ കാപ്പി വിളവെടുപ്പ് ജൂലൈ അവസാനം 67% പൂർത്തിയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 77% വിളവെടുപ്പ് നടത്തിയിരുന്നു. എൽ നിനോ ബ്രസീലിയൻ കാപ്പി ഉൽപ്പാദനത്തെ ബാധിക്കുമെന്നത് ഇതര ഉൽപ്പാദക രാജ്യങ്ങളിൽ വിലക്കയറ്റത്തിന് അവസരമൊരുക്കാം. ആഫ്രിക്കൻ രാജ്യങ്ങളും വിയറ്റ്നാമും കരുതലോടെയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ചലനങ്ങളെ വീക്ഷിക്കുന്നത്. കേരളത്തിലെയും കർണാടകത്തിലെയും കാപ്പി കർഷകർക്ക് അടുത്ത സീസണിൽ ഉയർന്ന വില ഉറപ്പുവരുത്താനാകും. ആഭ്യന്തര വ്യാപാരികളും വിദേശ കച്ചവടങ്ങൾ ഉറപ്പിച്ചവരും ചരക്ക് സംഭരിക്കുന്നുണ്ട്. കൽപ്പറ്റയിൽ കാപ്പിപ്പരിപ്പ് കിൻഡലിന് 39,200 രൂപയിലാണ്. കട്ടപ്പനയിൽ കാപ്പിക്കുരു റോബസ്റ്റോ കിലോ 203 രൂപയിലും പരിപ്പ് 350 രൂപയിലുമാണ്. കഴിഞ്ഞ സീസണിൽ രാജ്യം 3,73,000 ടൺ കാപ്പി ഉൽപ്പാദിപ്പിച്ചു. ഇതിൽ കേരളത്തിൻ്റെ സംഭാവന 80,350 ടണ്ണായിരുന്നു. കർണാടകം 2,56,695 ടൺ കാപ്പി ഉൽപ്പാദിപ്പിച്ചു. തമിഴ്നാട് 19,975 ടണ്ണും ആന്ധ്ര 15,290 ടണ്ണും വിളയിച്ചു. തമിഴ്നാട് വെളിച്ചെണ്ണ ലോബിയുടെ തന്ത്രത്തിൽ വീഴാതെ കേരള നാളികേര കർഷകർ. ഇന്ത്യൻ വെളിച്ചെണ്ണ വിപണിയുടെ ചുക്കാൻ നിയന്ത്രിക്കുന്ന തമിഴ്നാട് ലോബി ഒടുവിൽ പത്തി താഴ്ത്തി. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ കേരളം വിഷം ഇറക്കിപ്പിച്ചു. വിപണി വില കൃത്രിമമായി ഉയർത്തി എണ്ണ വിറ്റഴിക്കാൻ അവർ നടത്തിയ നീക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊപ്രയും പച്ചത്തേങ്ങയും വ്യവസായികൾ സംഭരിച്ചാൽ മാത്രമേ കർഷകർക്ക് ഗുണം ലഭിക്കൂ. വിലക്കയറ്റം കൃത്രിമമെന്ന് മനസ്സിലാക്കി 2 ആഴ്ച മുന്നേ കരുതിയിരിക്കാൻ കർഷകർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓണം അടുക്കുന്നതിനാൽ നിരക്ക് കൂടുതൽ ഉയരുമെന്ന പ്രതീക്ഷിക്കാതെ വിറ്റുമാറാൻ ഉപദേശം നൽകിയിരുന്നു. കൃത്രിമ വിലക്കയറ്റത്തിനായി കാങ്കേയം ലോബി കൊപ്ര പൂഴ്ത്തിവെച്ച് വിപണിയുടെ സന്തുലിതാവസ്ഥ അട്ടിമറിക്കാൻ ശ്രമിച്ചു. കൃത്രിമങ്ങൾ അരങ്ങേറുന്ന വിവരം പുറത്തു വന്നതോടെ അവർ രംഗത്തു നിന്നും അപ്രത്യക്ഷരായി. വിപണിയുടെ ഓരോ ചലനങ്ങളും അടിമുടി നിരീക്ഷിച്ച് തയ്യാറാക്കുന്ന ഈ വിപണി പ്രതിവാര അവലോകനം പുറത്തു വന്നതാണ് തമിഴ്നാട് ലോബിയുടെ കണക്കുകൂട്ടലുകൾ തകിടം മറിച്ചത്. കാങ്കയത്ത് കൊപ്ര കഴിഞ്ഞ വാരം 16,400 നിന്നും 16,800 രൂപ വരെയും ഉയർന്നു. എന്നാൽ സംഭരണത്തിന് വ്യവസായികൾ തയ്യാറാവാത്തത് മൂലം വാരാന്ത്യം വില 16,300 ഇടിഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ശക്തമല്ല. ചിങ്ങം പടിവാതിക്കൽ എത്തിയതിനാൽ മുന്നിലുള്ള ആഴ്ചകളിൽ ഭക്ഷ്യ എണ്ണ വ്യാപാര രംഗം ചൂടുപിടിക്കും. കൊച്ചിയിൽ വെളിച്ചെണ്ണ 24,500 കൊപ്ര 16,400 രൂപയിലും സ്റ്റഡിയാണ്. പുതിയ ദിശ തേടി ഏഷ്യൻ റബ്ബർ വിപണി. പുതിയ ദിശ തേടിയുള്ള യാത്രയിലാണ് ഏഷ്യൻ റബ്ബർ മാർക്കറ്റ്. നിക്ഷേപകരും ഊഹക്കച്ചവടക്കാരും വൻ പ്രതീക്ഷയിലാണ് ഓരോ ആഴ്ചയും വിപണിയെ സമീപിക്കുന്നതെങ്കിലും ഇരുകൂട്ടർക്കും റബ്ബറിനെ വരുതിയിലാക്കാനായില്ല. ബാങ്കോക്കിൽ റബ്ബർ 267 രൂപയിലാണ്. ജപ്പാൻ ഒസാക്കയിൽ കിലോ 410 രൂപ മുതൽ 423 യെന്നിൽ ചാഞ്ചാടി. യെൻ ശക്തി പ്രാപിച്ചതും റബ്ബറിന് ചൈനീസ് ഡിമാൻഡ് കുറഞ്ഞതും വിലയെ സ്വാധീനിച്ചെങ്കിലും ക്രൂഡ് ഓയിലിൻ്റെ തിരിച്ചുവരവ് റബ്ബറിന് താങ്ങായി. 421 മുകളിൽ തുടരുവോളം 436 മുതൽ 440 ചുവടുവയ്ക്കാൻ ശ്രമിക്കാം. അതേസമയം 410 സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 395 തിരുത്തൽ സാധ്യത. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് 284 രൂപയിലും 5ാം ഗ്രേഡ് 280 രൂപയിലും ഒട്ടുപാൽ 190 രൂപയിലും ലാറ്റക്സ് 192 രൂപയിലുമാണ്. കുരുമുളക് വിപണിയിൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. ഉത്തരേന്ത്യൻ അന്വേഷണങ്ങൾക്കിടയിൽ നിരക്ക് ഇടിക്കാൻ അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ചരക്ക് കൈവിടാതെ കർഷകർ ചെറുത്ത് നിൽക്കുന്നത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കിയെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ അവർ ചരക്കിനായി എല്ലാ വാതിലുകളും മുട്ടുകയാണ്. ഒക്ടോബർ വരെയുള്ള ഉത്സവ സീസണിനുള്ള മുളക് അവർക്ക് സംഭരിക്കാനായിട്ടുണ്ട്. കൊച്ചിയിൽ അൺഗാർബിൾഡ് 695 രൂപയിൽ സ്റ്റഡിയായി നീങ്ങിയ ശേഷം ശനിയാഴ്ച ക്ലോസിംഗ് വേളയിൽ 694 തന്ത്രപരമായി താഴ്ത്തി. കേരള റബ്ബർ വില അന്താരാഷ്ട്ര വിപണിയെ മറികടന്നു. വീണ്ടും സജീവമായി തോട്ടങ്ങൾ. ഉൽപാദനം കൂടുമെന്ന് പ്രതീക്ഷ. ഈ വർഷം അനുകൂലമായ മഴയും കാലാവസ്ഥയും റബ്ബർ മരങ്ങളുടെ വളർച്ചയ്ക്കും ലാറ്റക്സ് ഉൽപാദനത്തിനും ഗുണകരമാണെന്ന് മേഖലാ വിദഗ്ധർ വിലയിരുത്തുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.